ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ ഇറങ്ങി വമ്പൻ വിജയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. സിനിമയുടെ ബഡ്ജറ്റായി ആദ്യം കേട്ട അല്ലെങ്കിൽ ആദ്യം ഒരുപാട് പേർ വന്ന് ചോദിക്കുകയും പ്രത്യേകിച്ച് ദുൽഖർ ഹേറ്റേഴ്സ് ഈ പടം ഇറങ്ങിയ ആദ്യ ദിനങ്ങളിൽ പ്രചരിപ്പിച്ച ഒരു കാര്യവും 100 കോടി ബഡ്ജറ്റാണ് ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ്. സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ സിനിമയ്ക്ക് വലിയ ബഡ്ജറ്റൊന്നുമില്ല, അല്ലെങ്കിൽ അതിനുള്ള സംഭവങ്ങളില്ല സിനിമയിൽ എന്നുള്ളത്. നല്ല സിനിമയാണ്, നല്ല കഥയാണ്, ടെക്നിക്കലി പെർഫെക്റ്റ് ആണ്, അതേപോലെ തന്നെ അഭിനയങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സൂപ്പറാണ്, സിനിമയും കൊള്ളാം എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ട് 100 കോടിയിൽ ചെയ്യാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളത് എഴുതി വെക്കാവുന്ന അല്ലെങ്കിൽ ഏത് മനുഷ്യനും ചിന്തിക്കാം എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയാം 100 കോടിയെന്ന് നമുക്ക് കേൾക്കാനേ കഴിയുള്ളൂ. 1 കോടി എന്ന് പറയുന്നത് തന്നെ എത്ര വലുതാണ് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ ദുൽഖറിനെ ഡീഗ്രേഡ് ചെയ്യുക, ഈ സിനിമ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരുപാട് പേർ, അല്ലെങ്കിൽ പല സിനിമയ്ക്കും അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ 100 കോടി ബഡ്ജറ്റാണെന്ന് പറയുകയും പിന്നീട് നമുക്ക് അതായത് ഗൂഗിൾ ഉൾപ്പെടെ ഗൂഗിളിൽ വരിക എന്ന് പറയുന്ന പലരും വിശ്വസിക്കുന്നത് തന്നെ വരുന്ന അല്ലെങ്കിൽ അതൊരു വലിയ ഒതൻറ്റിക് ആയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ആരെങ്കിലുമൊക്കെ ഇടുന്ന കളക്ഷനും കാര്യങ്ങളും എല്ലാമാണ് വരുന്നത്. വിക്കിപീഡിയയിലാണെങ്കിൽ പോലും അത് എഡിറ്റ് ചെയ്തിടാനുള്ള ഇതുണ്ട്. അതിൻ്റെ അഡ്മിൻ അപ്രൂവ് ചെയ്യുന്നിടം വരെ അതങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ അപ്ഡേഷൻ പോകും. ഇനിയും അതല്ല അവർക്കത് കറക്റ്റാണെന്ന് തോന്നിക്കഴിയുമ്പോൾ അവരെടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാല്യൂവും കിടക്കും. അത് ഒരു കോമൺ അവയർനെസ്സിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണുമ്പോൾ അറിയാം. അതേപോലെ തന്നെ തെലുങ്ക് ഉൾപ്പെടെയുള്ള അതിൻ്റെ സിതാര എൻ്റർടൈൻമെൻറ്റ്സ് ഉൾപ്പെടെയുള്ളവർ ഈ സിനിമ 50 കോടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിജയമാണെന്ന് പറയുകയും ഇപ്പോൾ അവർ അതിൻ്റെ ഷെയർ വരുന്ന കാര്യങ്ങളും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണെന്ന് പറയുകയും ചെയ്തതാണ്. സിനിമയ്ക്ക് മാക്സിമം അത് തെലുങ്കിലായതുകൊണ്ട് ഒരു 30 കോടിയൊക്കെ വരാം എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ വരാനുള്ളത്. എന്താണെങ്കിലും കേരളത്തിലൊക്കെയാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് കൂടി വന്ന ഒരു 10 കോടിക്ക് മുകളിൽ. അപ്പോൾ ചോദിക്കാം ദുൽഖറിൻ്റെ പ്രതിഫലമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദുൽഖറിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ച് വരികയാണെങ്കിൽ അതിന് മറ്റൊരു വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ 100 കോടിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100 കോടിയാണ് ബഡ്ജറ്റ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചോദ്യം വരാൻ പോവുകയാണ്. അതായത് ബറോസ് എന്ന മോഹൻലാൽ ചിത്രത്തിന് എത്ര രൂപയായിട്ടുണ്ടാവും പ്രൊഡക്ഷൻ കോസ്റ്റ്? അതായത് എൻ്റെ അറിവിൽ അതൊരു 150 കോടിക്ക് അടുത്ത് ആണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. അത് ആ 150 കോടി വരാനുള്ള കാരണവും വേറെ ഒന്നുമല്ല. ഒന്ന് 3Dയിൽ ചെയ്യുന്നു, 2 സിനിമ റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരു പകുതിക്കടുത്ത് അല്ലെങ്കിൽ ഒരു 30% മുകളിൽ സിനിമ ഷൂട്ട് ചെയ്തിട്ട് റീഷൂട്ട് ചെയ്യേണ്ടി വന്ന ഒരു കാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു സിനിമ ഒരു പക്ഷേ 100 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിന് ജസ്റ്റ് മുകളിൽ നിൽക്കേണ്ട സിനിമയാണ്. എമ്പുരാൻ പോലെയുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇത്ര വർഷങ്ങളെടുത്ത്, ഇത്ര രാജ്യങ്ങളെടുത്ത്, ഇത്രയും ആർട്ടിസ്റ്റുകളെ, ഒരു വലിയ നിര ആർട്ടിസ്റ്റുകൾ, അതായത് മലയാളത്തിലെ നമ്പർ 1 നായകനായ മമ്മൂട്ടിയെ കൂടി ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നറിയുന്ന സിനിമയാണ്. ഒപ്പം മലയാളത്തിലെ നമ്പർ 1 സൂപ്പർ താരങ്ങളായ പൃഥ്വിരാജും ഒപ്പം ടോവിനോയും അഭിനയിക്കുന്നു. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ അഭിനയിക്കുന്നു. ആ സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിക്ക് അടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ റേഞ്ചിലേക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ കണക്കുകളോ അതിനെക്കുറിച്ചുള്ള കണക്കുകളോ നമുക്ക് വന്നിട്ടുമില്ല. എന്തായാലും 100 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളത് നമുക്ക് വെളിവുമുള്ളതാണ്. അത്ര വലിയ ക്യാൻവാസിൽ ചെയ്യുന്ന അത്ര വലിയ സിനിമകൾക്ക് 150 അല്ലെങ്കിൽ 100 കോടിക്ക് അടുത്തേ വരുള്ളെങ്കിൽ ലക്കി ഭാസ്കറിന് 100 ആണെങ്കിൽ ഒരു ചോദ്യം, ഈ പറഞ്ഞ സിനിമകൾക്ക് 300-400 കോടിയിൽ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതേ രീതിയിൽ തന്നെ ചിന്തിക്കണം. അല്ലാതെ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ വേറൊരു കാര്യങ്ങളും ഇപ്പുറത്തെ സൈഡിൽ കാണുമ്പോൾ മറ്റൊരു കാര്യവും കാണാൻ പറ്റില്ല. ഒരേ ദൃഷ്ടിയിലൂടെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അങ്ങനെ തന്നെയാണ്. ഭീഷ്മപർവം പോലെയുള്ള ഒരു സിനിമ ഇവിടെ ചെയ്തത് 10 കോടി റേഞ്ചിലാണ്. അതിനതിൽ അത്രയ്ക്കുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഇനി ഓരോ നായകൻ്റെയും പ്രതിഫലത്തിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പ്രതിഫലം എത്രത്തോളം വേണമെങ്കിലും ആകാം എന്നുള്ളതാണ്. പലപ്പോഴും പല നായകന്മാരും പ്രതിഫലം പോലും മേടിക്കാതെ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് മമ്മൂട്ടി കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ 1 രൂപ പോലും മേടിക്കാതെയാണ് അഭിനയിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കാശ് കൊടുത്തിട്ടും അവർ ഈ സൗഹൃദത്തിൻ്റെ പേരിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ശ്രീനിവാസൻ്റെ കയ്യിൽ നിന്നും മുകേഷിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മോഹൻലാലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇനിയും ഈ പറഞ്ഞ സിനിമകളുടെ എല്ലാത്തിൻ്റെയും പ്രത്യേകത ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് കൂടുതൽ ഇവരുടെ കോസ്റ്റുകൾ വരാം. മോഹൻലാൽ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നത് കൊണ്ട് മോഹൻലാലിൻ്റെ ആ ഒരു എമൗണ്ട് ഈ പറഞ്ഞ സിനിമകളിൽ കുറവായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പുറത്തറിയുന്ന അദ്ദേഹത്തിൻ്റെ റെന്യൂമറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 10 കോടിയോളമാണ്, അല്ലെങ്കിൽ ആ 12 കോടി ആ റേഞ്ചിലാണ് അദ്ദേഹം മേടിക്കുന്നതെന്നും മമ്മൂട്ടി ഏകദേശം 8 മുതൽ 10 കോടിയാണ് മേടിക്കുന്നതെന്നും നമുക്ക്
ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമെന്നോ അതൊന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിലും കോമൺ ആയിട്ട് ആളുകളിലും എത്തുന്ന കണക്കുകൾ അത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കാണുന്ന എമൗണ്ട് അവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്, അവരാണ് അതിൻ്റെ ഓണേഴ്സ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്പനി ചെയ്യുമ്പോൾ ആ എമൗണ്ടാണ് അവർ കുറയ്ക്കുന്നത് എന്ന് വെച്ച് ബാക്കിയുള്ളവരുടെ എമൗണ്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ബറോസ് പോലെയുള്ള അല്ലെങ്കിൽ എമ്പുരാൻ പോലെയുള്ള ഒരു സിനിമ 100 കോടി 150 കോടിക്ക് ഇടയിൽ തീരുമ്പോൾ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ കൂടി വന്നു കഴിഞ്ഞാൽ 20നും 30നും മുകളിലേക്ക് പോകാൻ യാതൊരു ചാൻസുമില്ല. പ്രത്യേകിച്ച് തെലുങ്ക് ഇൻഡസ്ട്രിയിലായതുകൊണ്ട് മാത്രമാണ്. കാരണം അവിടുത്തെ വേതനങ്ങൾ ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നവർക്കാണെങ്കിലും ഇവിടെ 500 രൂപ കൊടുത്ത് പറ്റിക്കുന്ന പോലെയുള്ള കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത്. അവിടെ എന്താണേലും അവരുടെ പേയ്മെൻറ്റ് 1000 രൂപയ്ക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ. തമിഴിൽ അറിയാവുന്നത്, തെലുങ്കിൽ അതിൻ്റെ മുകളിലായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് ഡിഫറൻസ് മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ആരായുകയാണ്. ഈ പറഞ്ഞ കണക്കുകൾ ദുൽഖർ സിനിമയ്ക്ക് ഇപ്പോഴും പലരും പറയുന്നു 100 അപ്പോൾ ആദ്യം 100 പറഞ്ഞവൻ ഇപ്പോൾ 50ലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ ദുൽഖറിൻ്റെ പ്രതിഫലം 30 കോടി എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു കാര്യം, ദുൽഖറിനൊന്നും 30 കോടി അവിടുന്ന് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് മമ്മൂട്ടി പോയിട്ട് മോഹൻലാൽ പോയിട്ട് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെലുങ്ക് സിനിമകളിൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് 20 കോടിക്ക് അടുത്ത് മാത്രമാണ്, അല്ലെങ്കിൽ 25 കോടിക്ക് താഴെയാണ് ഈ രണ്ട് വമ്പൻ താരങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ദുൽഖർ അവിടുത്തെ ഒരു സൂപ്പർ താരത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഒരു ടയർ 2 നായകനായിട്ട് കാണുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് വിതരണാവകാശവും അതേപോലെ തന്നെ കാര്യങ്ങളിലൂടെയാണ് അവരും ആ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദുൽഖറിൻ്റെ വേഫെയറർ ഫിലിംസിന് കേരള ഡിസ്ട്രിബ്യൂഷനും അതേപോലെ വിദേശ ഡിസ്ട്രിബ്യൂഷനും ലഭിക്കുന്നത്. അങ്ങനെ ഉള്ള ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് അദ്ദേഹത്തിന് ഏകദേശം ലഭിച്ചിരിക്കുന്ന ഇതുവരെയുള്ള പ്രോഫിറ്റ്, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റവും കുറച്ച് പറയുന്നവർ പോലും പറയുന്നു അതിന് കേരളത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഷെയർ മാത്രം കൂട്ടിയാൽ ഏകദേശം 30 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കും ദുൽഖറിൻ്റെ റിന്യൂമറേഷൻ, ബേസിക് ആയിട്ടുള്ള റിന്യൂമറേഷൻ കൊടുത്തിട്ട് തന്നെയായിരിക്കും ദുൽഖറിനെ അതിനകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അതൊക്കെ നമുക്ക് ഇനിയും വരുന്നൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ 100 കോടിയാണെങ്കിൽ എമ്പുരാനും അതേപോലെ ബറോസിനുമൊക്കെ ഏത് റേഞ്ച് പോകും? ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും കൂടെ നിറഞ്ഞാടാൻ പോകുന്ന മഹേഷ് നാരായണൻ ചിത്രം 80 കോടി ബഡ്ജറ്റ് എന്ന് പറയുകയാണെങ്കിൽ അതൊരു മിനിമം ഒരു 450-500 കോടി ബഡ്ജറ്റിലേക്ക് പോകില്ലേ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ? ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. ഓപ്പണായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഗ്രേറ്റ് മീഡിയാസ്. ഈ പറഞ്ഞ സിനിമകളുടെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം. നിങ്ങൾ വിശ്വസിക്കുന്ന കണക്ക് ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. വലിയ താരനിരയോടുകൂടി തന്നെയാണ് ഈ പറഞ്ഞ എമ്പുരാൻ എന്ന സിനിമ വരുന്നു. ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന താരങ്ങൾ മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് തുടങ്ങിയ ആളുകളെല്ലാം, മഞ്ജു വാര്യർ തുടങ്ങിയ മലയാളത്തിലെ മികച്ച താരങ്ങൾ അല്ലെങ്കിൽ ഹൈലി റെന്യൂമറേഷനുള്ള താരങ്ങൾ നിൽക്കുന്നു. ഒപ്പം ഇംഗ്ലീഷ് മൂവികളിൽ അഭിനയിക്കുന്ന വ്യക്തികൾ വരുന്നു, ഹിന്ദിയിലുള്ളവരുണ്ട്, തമിഴിലുള്ളവരുണ്ട്. ഇവരെ എല്ലാം കൂടെ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സാലറി തന്നെ വരില്ലേ തീർച്ചയായും ഈ പറഞ്ഞ 100 കോടിക്ക് മുകളിൽ എന്നുള്ള ചോദ്യം? അപ്പോൾ തീർച്ചയായും കമൻസ് പ്രതീക്ഷിക്കുന്നു.